ഈ ബിഗ് ബോസ് സീസൺ 7 ഈ കോൺട്രവേഴ്സി ഇപ്പോഴെങ്ങും അവസാനിക്കത്തില്ല. നമുക്കിത് നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളൊരു കണ്ടന്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവർ സമ്മതിക്കത്തേ ഇല്ല. ഓരോ ദിവസവും ഓരോന്ന് പൊങ്ങി വരും, ഓരോ മാക്രികൾ പൊങ്ങി വരും. അഖിൽ മാരാറിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും അത് ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മൾ DFK, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു DFK. ഞാൻ ഗെയിം എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഇത് കാണുന്നവരെ ഞാൻ കണ്ടതാണ്. അപ്പം DFKയും വന്നിരുന്നിട്ട് അനുമോളെ കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറയുന്ന മറ്റൊന്നുമല്ല, ഈ കപ്പ് കിട്ടേണ്ടത് അനീഷിനായിരുന്നു. ആ കപ്പിലേക്ക് അനുമോൾ നോക്കുമ്പോൾ ഈ പറയുന്ന അനീഷിന്റെ മുഖമായിരിക്കും തെളിഞ്ഞു വരുന്നത്. ഈ കോപ്പറേറ്റീവ് കമ്പനിയായ ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെ അവരെല്ലാരും കൂടെ പറഞ്ഞേക്കുന്നത്, ഏഷ്യാനെറ്റിനെ ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്, അവരെല്ലാം കള്ളത്തരമാണ് കാണിക്കുന്നത്. നിങ്ങൾ പോയിട്ട് ചുമ്മാ ഇത് കാണുന്ന പോലെ ഒരു ഷോ ആയിട്ട് കാണുക, വോട്ടൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെയാണ് മഹാൻ അവിടെ നിന്ന് തള്ളുന്നത്. എന്തുകൊണ്ടാണ് ഈ തള്ളുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് എന്തായാലും നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയണമല്ലോ. അതിനകത്ത് പറയുന്നത് അനീഷ് ആയിരുന്നു അവിടെ മുന്നിട്ട് നിന്നത്, അതുപോലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കാണിക്കാതിരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കാണിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്യാമറ, നമുക്കറിയാം ക്യാമറ ഇങ്ങനെ ആ വൈഡായിട്ട് പോകുമ്പോൾ തന്നെ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും അനുമോൾക്ക് തന്നെയായിരുന്നു ഭൂരിപക്ഷം. ഓക്കെ, ഇതൊന്നും ഇവർ സമ്മതിച്ചു തരുന്നില്ല. അവിടെ അകത്തുണ്ടായിരുന്നവർ, ലക്ഷ്മി ഉൾപ്പെടെ ഉള്ളവർ വന്ന് വെളിയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം ആ വോട്ടിംഗ് റിസൾട്ട് കണ്ടതാണ്, ഇതാണ് കറക്റ്റ് വോട്ടിംഗ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇവർ സമ്മതിച്ചു തരത്തില്ല. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ വഴിയെ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നത്, അനുമോളാണെങ്കിൽ അവിടെ എന്ത് ഗെയിം കളിച്ചു, അനുമോളെക്കാൾ നല്ല ഗെയിം കളിച്ചത് അനീഷാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് 5-ൽ വരാൻ ആര്യൻ, ജിസേല് എന്നിവർക്കായിരുന്നു ടോപ്പ് 5-ൽ വരാൻ ഡിസേർവിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആര്യന്റെ കാര്യം ഓക്കെ, ജിസേലിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ജിസേൽ എന്താണ് അതിന് മാത്രം അവിടെ ചെയ്തത്? ഓക്കെ, ആര്യന്റെ പറഞ്ഞ ഓക്കെ, ആ ടാസ്ക് എങ്കിലും കളിച്ചെന്ന് പറയാം, മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ ടാസ്ക് എങ്കിലും കളിച്ചു, 50 പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓക്കെ. ജിസേൽ അവിടെ എന്താണ് കളിച്ചത്? അപ്പൊ ഇവരുടെ എല്ലാം ഉദ്ദേശം മറ്റൊന്നാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പോകെ പോകെ പറഞ്ഞു വരുമ്പോൾ. DFK കുറിച്ച് പറയുകയാണെങ്കിൽ, DFK എങ്ങനെയാണ് ആ സീസണിൽ പുറത്തായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? DFK അവിടെ നല്ല രീതിയിലാണ് കളിച്ചത്. പക്ഷെ DFKക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കണ്ടസ്റ്റൻസിനെ പേഴ്സണലായി ഹരാസ് ചെയ്യാൻ തുടങ്ങി. ആ സീസൺ കണ്ടവർക്കറിയാം, പേഴ്സണലായി മറ്റൊരു ലേഡി കണ്ടസ്റ്റന്റിനെ അവിടെ ഭീഷണിപ്പെടുത്തുകയും ഹരാസ് ചെയ്യാനും ശ്രമിച്ചപ്പോൾ പുറത്താക്കി. അപ്പൊ ഇങ്ങനെ ആ പുറത്തു പോയല്ലോ. പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് പിന്നെ വാശിയായി, വൈരാഗ്യമായി. ലാലേട്ടനെ വരെ പറയുന്നുണ്ട് അതിനകത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ സാധാരണ വലത്തെ കൈ ആണല്ലോ പൊക്കുന്നത്, എന്തുകൊണ്ടാണ് ഇടത്തെ കൈ പൊക്കിയതെന്ന്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഈ DFK പറയാണ്, മോഹൻലാലിനോടുള്ള എതിർപ്പാണ് ആ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് ഇറക്കി വിട്ടതിന്റെ ഒരു എതിർപ്പുണ്ടല്ലോ, അത് ലാലേട്ടന്റെ വലത്തെ കൈ ചിലപ്പോൾ വയ്യാതിരിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇടത്തെ കൈ ഉയർത്തിയത്, വേദന വല്ലതും കാണും എന്നുള്ളത്. എന്നുവെച്ചാൽ പരിഹാസത്തോടു കൂടിയാണ് ആ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടവർക്ക് മനസ്സിലാവും. അതിൽ ടോട്ടലി അതിനകത്ത് നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന അനുമോളയാണ്. അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം DFK വന്ന് പറയുന്ന തള്ളുകളെല്ലാം കേട്ടിട്ട് ചിലർ പറയും, ആ ഇതാണ് കറക്റ്റ്, അപ്പൊ വോട്ടിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ചുമ്മാ, അതാണ് നമ്മളൊക്കെ വോട്ട് കൊടുത്തിട്ടൊന്നുമല്ല, അവർക്ക് ഇഷ്ടമുള്ളവരെയാണ് അവർ ജയിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും, അങ്ങനെ തോന്നിപ്പിക്കും. ഇപ്പൊ തന്നെ പറയുന്നുണ്ട് അനീഷിനായിരുന്നു കപ്പ് കൊടുക്കേണ്ടത്, അനുമോൾക്കല്ല, അനുമോൾ അവിടെ എന്ത് ഗെയിം കളിച്ചു എന്നൊക്കെ ചോദിക്കുന്നത്. 85% പ്രൊമോ ഇറങ്ങിയത് അനുമോളുടെ പേരിലാണ്. ആ വീട്ടിൽ അനീഷിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ അനുമോളാണ്. ലാസ്റ്റ് ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ കയറിപ്പോയിട്ട് കോർണർ ചെയ്ത് അവിടെ സ്ക്രീൻ സ്പേസ് മൊത്തമായിട്ട് വന്നതും ഈ പറയുന്ന അനുമോൾക്കാണ്. ഇനി ഇതിൽ കൂടുതൽ എന്താണ് അനുമോൾ ചെയ്യേണ്ടത്? പോയ ഒന്നാമത്തെ ദിവസം മുതൽ ഇന്ന ദിവസം വരെ നിന്ന്, ലാസ്റ്റ് വരെ നിന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് അനുമോളുടെ ഒരു കഴിവ് തന്നെയാണ്. അതിനകത്ത് ഇവരാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. DFKയുടെ ഇന്റർവ്യൂ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ടാർഗറ്റിംഗ് ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിന് ആങ്കർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ആങ്കറും ടാർഗറ്റ് ചെയ്യുന്നത് ഈ അനുമോളെയാണ്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളെല്ലാം വോട്ട് ചെയ്യുമ്പം ഈ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആപ്പിലേക്കാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഈ വോട്ടെല്ലാം പോയി അവിടെ കിടക്കുമ്പോഴത്തേക്ക് അവർക്ക് വേണമെങ്കിൽ അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് വിജയിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അവർ തന്നെ കണ്ടുപിടിച്ച ആപ്പ്, അവർക്ക് വേണമെങ്കിൽ മാറ്റം മറിച്ചിലൊക്കെ ചെയ്യാം. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതൊരു കോപ്പറേറ്റീവ് കമ്പനിയാണ്, ഇത് ഒരാളുടെ കമ്പനിയല്ല, ഇത് പല ട്രസ്റ്റുകൾ ചേർന്നുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ പലരും ചേർന്നുള്ളതാണ്, അല്ലാതെ ഒരാളുടെ മാത്രമായിട്ട് പറയുന്ന കമ്പനി ഒന്നും അല്ല ഈ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഷെയർ ചെയ്ത വലിയ വലിയ ഷെയർ ഉള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമും നോക്കി നടത്താൻ അതിൻ്റെതായ ആൾക്കാരുണ്ട്. ഏഷ്യാനെറ്റ് അല്ല അവിടെ ഈ വോട്ടിങ്ങിന്റെ പെർസെൻറ്റേജ് ഒന്നും കാണിക്കുന്നതും നോക്കുന്നതും, അല്ലെങ്കിൽ ആര് എവിക്റ്റ് ആവണമെന്ന് തീരുമാനിക്കുന്നതൊന്നും. പക്ഷെ ഇതൊക്കെ നമ്മളെ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഷോയോടുള്ള എതിർപ്പ്
കൃത്യമായിട്ട് അവിടെ DFK പറയുന്നുണ്ട്. DFK പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. DFK എന്നല്ല, ഒരുമാതിരിപ്പെട്ട അവിടുന്ന് ഇറങ്ങിപ്പോയവർക്കെല്ലാം ഈ പറയുന്ന ബിഗ് ബോസിനോട് എതിർപ്പാണ്. എന്ന് വെച്ചാൽ അവരെല്ലാം നെഗറ്റീവായിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പൊ ഈ നെഗറ്റീവിലൂടെ ഇറങ്ങിയവരെല്ലാരും കൂടി ചേർന്ന് ഒരു സംരംഭമുണ്ട്. ഓക്കെ, അതിൽ നിന്നും ഉദ്ഗമിച്ചു വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അവരെല്ലാം വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ എടുത്തു വെച്ചിട്ട് എന്തോ തള്ളാണോ തള്ളുന്നത്. ഇവർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഏഷ്യാനെറ്റിനോട് നേരിട്ട് ചോദിച്ചാൽ പോലെ. ഇവരൊക്കെ വലിയ പിടിപാടുള്ള ആൾക്കാരല്ല. ഇത്രയും അറിയാവുന്ന DFK ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കുക എളുപ്പമല്ലേ. അപ്പൊ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ അവർ ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ പറ്റത്തില്ല. കാരണം ഈ വോട്ടിംഗ് നോക്കുന്നത് പ്രത്യേക ഓഡിറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ ആൾക്കാരെ ഒന്നും അല്ല, ഡയറക്ടർക്ക് പോലും അതിനകത്ത് കൈ കടത്താൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതിനൊരു പ്രത്യേക ആൾക്കാരാണ്. ആ പ്രത്യേക ആൾക്കാരാണ് ഈ വോട്ടിംഗ് കൗണ്ട് ചെയ്യുന്നതും ഈ പറയുന്ന എവിക്ഷന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മിക്ക സീസണുകളിലും ഹിന്ദി, തമിഴ് എല്ലാം എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഹിന്ദിയിലും തമിഴിലും ഒക്കെ എത്രമാത്രം മാനിപ്പുലേഷൻ നടക്കണം. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഹിന്ദിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ഹിന്ദിയിലെ ബിഗ് ബോസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അനുമോളെ പോലെ ഒരാൾ ഇപ്പൊ അവിടെയും ഉണ്ട്. അനുമോളെ പോലെ എന്ന് വെച്ചാൽ അനുമോളെ പോലുള്ള ഗെയിം അല്ല, പക്ഷെ ഒരു ലേഡിയാണ്. ആ ലേഡിയെയും ഇതുപോലെയാണ് കോർണർ ചെയ്യുന്നത്. ഒരു ഫേക്ക് ആണ് എന്ന് പറഞ്ഞ് അവരെ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഹൗസിലുള്ള കുറെ പേര് പുറകിൽ നടന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും. ഇത് മാനിപ്പുലേഷൻ ആണ്. ജനങ്ങളെല്ലാം വിഡ്ഢികളാക്കുകയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഉണ്ട്, ജനങ്ങളെല്ലാം വിഡ്ഢികളാക്കുകയാണ് എന്നൊക്കെയാണ് ഇരുന്ന് തള്ളുന്നത്. മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ ലക്ഷ്യം അനുമോള് തന്നെയാണ്. ഇവർക്കെല്ലാം ഒരു സംഘടനയുണ്ട്. ഇപ്പം ഈ പുറത്തായവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, എന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് കൊടുക്കാതെ ഇറങ്ങിപ്പൊയ്ക്കോ, ആ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കോ എന്ന് പറഞ്ഞവർ സങ്കടം കൊണ്ട് പോയി ഇവരെല്ലാം കൂടെ ഒരു യൂണിയൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ഓരോ യൂണിയനുകളുണ്ടല്ലോ ഓരോ ഇടങ്ങളിൽ, തൊഴിലാളികൾക്കെല്ലാം ഓരോ യൂണിയൻ ഉള്ള പോലെ ഇവരും രൂപീകരിച്ചിട്ടുണ്ട്. ആ രൂപീകരിച്ചതിൻ്റെ അകത്തെ പ്രധാന ഒരു താരമാണ് ഈ പറയുന്ന നമ്മളുടെ DFK. പിന്നെ ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അനീഷിനോടുള്ള സ്നേഹം തുളുമ്പിയിട്ടൊന്നുമല്ല. ആ ഇന്റർവ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടൊക്കെ മനസ്സിലാവും. വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടിയും കിടക്കെടുത്ത് രാവിലെ തന്നെ വണ്ടറിലേക്ക് വന്നു. ഞാനും മുൻഷി ചേട്ടനും കൂടെ ആണ് കേട്ടോ വന്നത്. സോ രാവിലെ നമ്മൾ 9:30-10 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി. എല്ലാവരും വന്നപ്പോൾ 10-11 മണിയായി. പിന്നെ സംസാരിച്ച് വ്ളോഗൊക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് സീസൺ 7 എവിക്റ്റായി വന്നിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളും ഇതിലെ മെമ്പേഴ്സ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ആൾക്കാർ ഇവരൊക്കെയാണ്. മനസ്സിലായല്ലോ. ഇവർക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പുണ്ട്. ഞാൻ എന്റെ വീഡിയോയിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പിലെ പ്രധാന ആൾക്കാരാണ് ഇവരൊക്കെ. അതുപോലെ നമ്മുടെ വലിയൊരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബറൊക്കെ ഇതിനകത്ത് മെയിൻ ആളാണ് കേട്ടോ. എന്നിട്ടാണ് ഇവരെല്ലാം കൂടെ ആ ഗ്രൂപ്പിലിരുന്ന് സംസാരിച്ചതിന് ശേഷം വന്നിട്ട് ടാർഗറ്റ് ചെയ്താണ് ഈ അനുമോളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ അടുത്ത സീസണിൽ വേറെ ആളെ ടാർഗറ്റ് ചെയ്യും. വെച്ചാൽ ഇവരെ എല്ലാം ജനങ്ങൾ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഇറങ്ങി വരുന്നവരുണ്ടല്ലോ, ജനങ്ങൾ വോട്ടില്ലാതെ ഇറക്കി വിടുമല്ലോ. പക്ഷേ എവിടെ നിൽക്കേണ്ട, നിങ്ങൾക്കൊന്ന് വോട്ടില്ലാന്ന് പറഞ്ഞ് ഇറക്കി വിടുമല്ലോ. അവരെ അപ്പോഴേ പോയി ക്യാച്ച് ചെയ്തിട്ട് അവരുടെ ഈ യൂണിയനിലോട്ട് അങ്ങ് ചേർക്കും. എന്നിട്ട് ഇവരുടെ അണ്ടറിലാണ് പിന്നെ മറ്റുള്ളവർ. എന്ന് വെച്ചാൽ ഇവര് പറയുന്ന പോലെ പിന്നെ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുകയാണ് ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ, എന്ന് വെച്ചാൽ ഇവരെ പോലുള്ളവർ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം സത്യാവസ്ഥ മനസ്സിലായി കാണുമല്ലോ എന്താണ് എന്നുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ ഊഹിച്ചെടുത്തു. ഇതൊക്കെയാണ് അവരൊക്കെയാണ് ഈ വന്ന് നമ്മളെയൊക്കെ ബിഗ് ബോസ് എന്താണെന്ന് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. തള്ളോടെ തള്ള്. അവിടെ വന്നിരുന്നിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്നത് ഏഷ്യാനെറ്റിനെയും ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിനെയും ഒക്കെയാണ്. അനുമോൾക്ക് എന്തോ അറിഞ്ഞുകൊണ്ട് അവർ കപ്പ് കൊടുത്തതാണ്, ബാക്കിയുള്ളവർക്കൊന്നും ഇവർക്ക് സാധാരണപ്പെട്ടവന് കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എവിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയാം, എവിക്ഷൻ എല്ലാം കൃത്യമായിട്ട് വോട്ടിന്റെ പേരിലാണ് നടക്കുന്നത്. ഇവർക്ക് എവിക്ഷൻ നടത്തണ്ട എന്നുണ്ടെങ്കിൽ അവർ ആ ആഴ്ച എവിക്ഷൻ നടത്തത്തില്ല. അഥവാ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളെ ഇഷ്ടമല്ല, പുറത്താക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും ഒരു ചെറിയ കാരണം പറഞ്ഞ് പുറത്താക്കും. ഇതൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ വോട്ടിങ്ങിലൊന്നും അവർ മാനിപ്പുലേഷനും നടക്കത്തില്ല. പക്ഷെ നമ്മളെ അത് ബോധിപ്പിക്കുകയാണ്. ഇതെല്ലാം കള്ളത്തരമായിരുന്നു, ലാലേട്ടൻ ഉൾപ്പെടെ അവിടെ കള്ളത്തരം കാണിക്കുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ലാലേട്ടനും ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ റോബിന്റെ സീസണിലായാലും ലാലേട്ടനെ ഞാനും വിമർശിച്ചിട്ടുണ്ട്. റോബിന്റെ സീസണിൽ ലാലേട്ടനെ ഒരുപാട് വിമർശനം കേട്ട ആളാണ് ഈ റോബിനെ പുറത്താക്കിയത് വെച്ചിട്ട്. അങ്ങനെയായിരുന്നെങ്കിൽ റോബിന്റെ അടുത്ത ആളായിരുന്നു ദിൽഷയെ ഈസി ആയിട്ട് ഇവർക്ക് തോൽപ്പിക്കാമായിരുന്നല്ലോ, അടുത്തൊരാളെ ജയിപ്പിക്കാമായിരുന്നല്ലോ വോട്ടിങ്ങിന്റെ ഇതിലല്ലെങ്കിൽ. ഉറപ്പായിട്ടും വോട്ടിങ് ദിൽഷയ്ക്ക് റോബിന്റെ സപ്പോർട്ടോട് കൂടി അത്രയും വോട്ട് കയറിയത് കൊണ്ടാണ് അവിടെ ദിൽഷ ജയിച്ചത്. ഇവിടെ ഇവര് പറഞ്ഞു വെക്കുന്നത് ഞങ്ങളെല്ലാം പുണ്യാളന്മാരാണ്, അനുമോളെ കോർണർ ചെയ്യാണ്, ഞങ്ങളെല്ലാം പുണ്യാളന്മാരാണ്, പക്ഷെ അനുമോൾക്ക് കപ്പ് കൊടുത്തത് ശരിയായില്ല, അനീഷിനായിരുന്നു കപ്പ് കൊടുക്കേണ്ടത്. എന്തായാലും അവിടെ അനുമോൾ കപ്പ് എടുത്ത് കഴിഞ്ഞു. ഇനി ഇവർ കടന്ന് ഘോരം പ്രസംഗിച്ചിട്ടോ ഒന്നും അവിടെ കപ്പൊന്നും വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അവരുടെ യൂണിയനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു.
അത്രേ ഉള്ളൂ. ഇതാണ് ചുരുക്കം. സീസൺ 5 ഒരു മത്സരാർത്ഥി ഉണ്ട്. എന്നുവെച്ചാൽ അഖിൽമാരാർ ഇപ്പോഴും കപ്പ് വാങ്ങിച്ചതായിട്ട് വിശ്വസിക്കാത്ത ഒരു മത്സരാർത്ഥി ഉണ്ട്. ആ മത്സരാർത്ഥിയാണ് ഇതിന്റെയൊക്കെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്താ വെച്ചാൽ അതിന്റെ അസൂയം കുശുമ്പും പിന്നെ മാറത്തേ ഇല്ല. അതിന്റെ അതും ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവരിപ്പോ ഒരുമിച്ച് തന്നെ കോർണർ ചെയ്യാൻ വരും. അതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഇവർക്ക് അത് ന്യായീകരിച്ചേ പറ്റത്തുള്ളൂ. ഇവരുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുവരണമല്ലോ. ഇനിയും അടുത്ത സീസൺ 8 ആകുമ്പോഴും ഇതുപോലെ ആദ്യം മുതൽ ഒരുപാട് പേര് പുറത്താകും. അവരെ വിളിച്ചുകൊണ്ടൊരു ടൂറൊക്കെ പോകണം. ആദ്യമേ ഇവർ ടൂറാ പോകുന്നത്. 6-7 പേരൊക്കെ ഔട്ടായി കഴിയുമ്പോഴത്തേക്ക് അവരെ എല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവർക്കെല്ലാം നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുപ്പിക്കുമല്ലോ. മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒറ്റ പോക്കാം. എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയി ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒന്നായി. പിന്നെ ഇവര് മറ്റുള്ള മത്സരാർത്ഥികൾക്കെതിരെ കോർണർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം അനുമോൾക്കെതിരെയാണ് കോർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. DFKയുടെയും ഇവരുടെ എല്ലാം പ്രശ്നം ഇത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്. ഇപ്പൊ DFKയും ഇതിന്റെ ഒരു കണ്ണി തന്നെയാണ്. പിന്നെ DFKക്കും അനുമോളെ നെഗറ്റീവ് ആക്കിയേ പറ്റൂ. അതുകൊണ്ട് ഇവരെല്ലാം ഇനി നെഗറ്റീവ് ആക്കാൻ മാത്രമേ ശ്രമിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അവർ നെഗറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കട്ടെ. അനുമോൾ എന്തായാലും അനുമോളുടെ പരിപാടി നോക്കി കപ്പും കിട്ടി, കാശും കിട്ടി, എല്ലാം കിട്ടി. അനുമോളുടെ ജോലിക്കും പോയി. ഓക്കെ, ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും ഒരുപാട് പേര് കരയാനുണ്ട്. അവരെല്ലാം ഇനി കരയാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.